ഫ്രണ്ട്സ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ ഓഫ് യു. ഹാപ്പി എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഹാപ്പി അല്ല. കാരണം നമ്മുടെ ഇപ്രാവശ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഓരോ ഇന്ത്യക്കാരനും വേദനയോടുകൂടി മാത്രം ഓർക്കാവുന്ന ഒരു ദിനമാണ്. ചരിത്രത്തിൽ ഇടം നേടും. വളരെ വിഷമം തോന്നി. നമ്മുടെ നാട്ടിലെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങളൊക്കെ നമ്മൾ TV-യിലാണ് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും വളരെയധികം കൺഫ്യൂഷൻ, അതുപോലെ ജനങ്ങൾക്ക് മുഴുവൻ കൺഫ്യൂഷൻ. ദേശീയ പതാകയെ ആദരിക്കണോ, ദേശീയ ഗാനത്തെ ആദരിക്കണോ, അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവിനെ ആദരിക്കണോ, എല്ലാറ്റിനും ഉപരി രാജ്യത്തെ തന്നെ ആദരിക്കണോ? കാരണം ചെറുപ്പം മുതലേ നമ്മൾ വന്ദേ മാതരം, അതുപോലെ ജനഗണമന ഒരുപോലെ ബഹുമാനിച്ചിരുന്ന, അതുപോലെ സ്നേഹിച്ചിരുന്ന, പിന്നെ അതുപോലെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം അഭിമാനം മാത്രമായി. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം അഭിമാനവും സ്നേഹവും സന്തോഷവുമാണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് തന്നെ വി ആർ ബ്ലെസ്ഡ് വിത്ത് എ ബേബി. ദൈവത്തിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. അങ്ങനെ സ്വാതന്ത്ര്യദിനത്തിന്റെ മാത്രമല്ല, ദൈവത്തിന്റെ സമ്മാനമായ ഞങ്ങളുടെ ആദ്യത്തെ മകളെ സ്വീകരിക്കാൻ കിട്ടിയ നിമിഷം ഇൻഡിപെൻഡൻസ് ഡേ തന്നെ ആയല്ലോ. പക്ഷെ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം വളരെയധികം വേദനിപ്പിക്കുന്നതായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ജനഗണമന, അതുപോലെ വന്ദേ മാതരം, രണ്ട് ഗാനവും വളരെയധികം അഭിമാനവും ദേശഭക്തിയും. വന്ദേ മാതരം നമ്മുടെ സ്വന്തം ഗാനമാണ്. അതുപോലെ തന്നെ ജനഗണമന നമ്മൾ സ്കൂളിൽ രാവിലെയും വൈകിട്ടും സ്കൂളിൽ എല്ലാ ദിവസവും ആലപിച്ചിരുന്ന ഗാനം. ആ ഗാനം കേൾക്കുമ്പോൾ നമ്മളൊക്കെ അറ്റൻഷനായിട്ട് നിൽക്കും. ദേശഭക്തി നിറഞ്ഞു തുളുമ്പുന്നു. ഇതൊന്നും നമ്മളോട്, നമ്മുടെ രാജ്യത്തോട് സ്നേഹം വേണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ ബഹുമാനിക്കണമെന്നോ. ഈ ഒരു സോങ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ അഭിമാനവും സന്തോഷവും പിന്നെ എന്തൊക്കെയാണോ ഒരു ദേശഭക്തിയും പിന്നെ നമുക്ക് ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ ഈ ദിവസം പള്ളിയിൽ വലിയ ആഘോഷമാണ്. അപ്പോൾ സ്കൂളിലെ പതാക ഉയർത്തൽ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ തന്നെ പള്ളിയിൽ കുർബാനയുണ്ട്. അത് കഴിഞ്ഞ് ആഘോഷമായിട്ട് പതാക ഉയർത്തൽ പിന്നെയും പള്ളിയിലുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കാനഡയിലാണെങ്കിൽ സെന്റ് മേരീസ് ഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിമാനം തോന്നാറുണ്ട്. ഈ ദിവസം തന്നെ ഞങ്ങളുടെ മോള് ജനിച്ചല്ലോ എന്നോർത്ത്. എല്ലാവരും ഷെയർ ചെയ്യുന്ന ഫോട്ടോസിൽ മാതാവിന്റെ രൂപവും മാതാവിന്റെ സ്വർഗാരോപണത്തിന്റെ ഒരു രൂപം കൂടി വെച്ചിട്ട് എല്ലാവരും ഷെയർ ചെയ്യും. ഇന്ന് ഞങ്ങൾ എല്ലാവരും കാനഡയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് വലിയ അഭിമാനവും സന്തോഷവുമായിരുന്നു. അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും കൺഫ്യൂസ്ഡ് ആണ്. എന്നാണാവോ നമ്മുടെ പതാക മാറ്റുന്നത്, മറ്റു മതവിഭാഗങ്ങളെ മാറ്റുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ പ്രതീകാത്മകമായിട്ട് വെടിവെക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഷൂട്ട് ചെയ്യുന്നതും രക്തം വാർക്കുന്നതും ഭീകരമായ വീഡിയോ ഓരോ ഇന്ത്യക്കാരനും വേദന ജനിപ്പിച്ചു. ഇന്ന് ജനഗണമനയും വന്ദേ മാതരവും ഇത് പാടിയില്ലെങ്കിലും മൗനമായി നിന്നാൽ കോൺസിക്വൻസസ് നേരിടണം. ജനങ്ങളോടും ഭരണാധികാരികളോടും ഒരുപോലെ ഭീഷണി. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ കേട്ട അതേ കലാപ ഭീഷണിയുടെ സ്വരം. ഇത് ഒരിക്കലും മഹാത്മാഗാന്ധിയുടെ അഹിംസയുടെ സ്വരമല്ല. നമുക്ക് ദൈവം തന്ന അധികാരത്തിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി എല്ലാത്തിലും നമ്മുടെ ഓരോ ചലനങ്ങളിലും നമ്മളെല്ലാം വ്യത്യസ്തരാണ്. ആരാണ് ദൈവമെന്നോ അതുപോലെ ആരുടെ ദൈവമാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്, ഒരു ദൈവമേ ഉള്ളൂ, അതുപോലെ നമുക്ക് ഒരു രാജ്യമേ ഉള്ളൂ. സ്നേഹം കൊണ്ടാണ് ഈ ലോകത്തെ കീഴടക്കുക. അതുകൊണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾ ഇന്ത്യക്കാർ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ രാജ്യത്തെയും എൻ്റെ മതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കളെയും സ്വന്തമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ എൻ്റെ രാജ്യത്തെയും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളെയും ആളുകളെയും അംഗീകരിക്കാൻ കഴിയൂ. എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാത്തവർക്ക് മറ്റുള്ള രാജ്യങ്ങളെയും സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യക്കാരെ ആര് പഠിപ്പിക്കും? ഇന്ന് നാം സ്വാതന്ത്ര്യ ദിനത്തിൽ, അതും നമ്മൾ 80ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഇത്രയധികം പരിമിതികൾ ഒരുമിച്ച് നിൽക്കാനുണ്ടായിരുന്നെങ്കിൽ, അന്ന് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് എന്തൊക്കെ പ്രതിസന്ധികളെ നമ്മുടെ നേതാക്കൾ നേരിട്ടിട്ടുണ്ടാകും. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും നമ്മുടെ എല്ലാം നിലനിൽപ്പിന് തന്നെയും ഭീഷണിയായ ഈ ഭിന്നിപ്പിക്കുന്ന ഭരണം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അന്ന് സ്വാതന്ത്ര്യ ദിനത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? സ്വന്തം രാജ്യത്തെ ഭരണാധികാരികളെയും അതുപോലെ ജനങ്ങളെയും സ്നേഹിക്കാനും റെസ്പെക്ട് ചെയ്യാനും കഴിയാത്ത ഒരു ഭരണകൂടം എങ്ങനെ അന്യരാജ്യങ്ങളെ സന്ദർശിക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യും? കാരണം ഇന്ന് എല്ലാ രാജ്യത്തും വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്. ഓരോ ഇന്ത്യക്കാരനും ലോകം മുഴുവൻ ജോലി ചെയ്യുന്നുമുണ്ട്. അവർ ഇന്ത്യക്കാരല്ലാത്തവരുമായി ഉണ്ടാക്കിയ സൗഹൃദത്തിൽ കുറെ നല്ല മനസ്സുള്ള ഫോറിനേഴ്സിന്റെ സംഭാവന കൂടിയാണ് ഇന്നത്തെ ഇന്ത്യ. ഇതെല്ലാം മറന്ന് പുതിയ നേതാക്കളും പുതിയ രാജ്യവും ഒന്നും കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. ഇങ്ങനെ വിശാലമായ ഇന്ത്യയാണ് സത്യം ഓരോ ഭാരതീയന്റെയും മനസ്സിലുണ്ട്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ന്യൂസ്
എവിടെയും പല വിഭാഗങ്ങളെയും പരസ്പരം കുത്തി നോവിക്കുന്ന, അതുപോലെ വേദനിപ്പിക്കുന്ന വാർത്തകൾ മാത്രം. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടുകയാണോ വീണ്ടും? ഇനിയും മറ്റൊരു പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ വരുമോ? ഒരു സാധാരണ ഇന്ത്യൻ പൗരന്റെ സംശയങ്ങളാണ്. പിന്നെ നേതാക്കൾക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും ഇന്ത്യയുടെ രൂപീകരണത്തിൽ പങ്കുണ്ടല്ലോ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഒരു സ്നേഹവാക്യം നമ്മളിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മറന്നു പോവുകയാണോ അതോ മറക്കാൻ ഭീഷണിപ്പെടുത്തുകയാണോ? ഹാപ്പി അല്ലെങ്കിലും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.